അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമസ്കാരം. നമുക്കിന്ന് മറ്റ് രണ്ട് കണക്കുകൾ ചെയ്യാം. അപ്പോൾ ഒരേ സംഖ്യകൾ വിവിധ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നമ്മളത് മനസ്സിലാക്കുക. ഇന്നത്തെ കണക്കിൻ്റെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം -5² -5. രണ്ടാമത്തെ ചോദ്യം -5² -5. നമുക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ കണക്ക് എന്താണ്? -5² -5. രണ്ടാമത്തെ കണക്ക് -5² ഹോൾ മുഴുവനും സ്ക്വയർ -5. അപ്പോൾ ആദ്യത്തേൽ -5², രണ്ടാമത്തെ -5² അപ്പോൾ അതിൽ തന്നെ എഴുത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കണക്ക് നോക്കാം. -5² -5, അതായത് -5 × 5 -5. അപ്പം നമുക്ക് ഈ മൈനസ് വരുമ്പോൾ ഇൻറ്റു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ നമ്മൾ ആദ്യം ഗുണിക്കും. അപ്പോൾ -25 -5. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -25 -30. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരവും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് കാൽക്കുലേറ്റർ വഴി ലഭിച്ച ഉത്തരം -30. ഇനി അടുത്ത രണ്ടാമത്തെ കണക്ക് എന്താണ്? -5² -5. -5² എന്ന് പറയുമ്പോൾ മൈനസും 5ഉം കൂടി 2 പ്രാവശ്യം ഗുണിക്കണമെന്നാണ്. അപ്പം -5 × -5 ഇത്രയും നമ്മൾ ഒരുമിച്ച് ചെയ്യണം. -5. അപ്പോൾ -5 × -5 +25 -5. അപ്പോൾ 25 ന്ന് 5 കുറയ്ക്കുമ്പോൾ 20. മനസ്സിലായല്ലോ. അപ്പോൾ ഇതും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കാണാം. രണ്ടാമത്തെ ചോദ്യത്തിന് കാൽക്കുലേറ്റർ വഴി ലഭിച്ച ഉത്തരം +20. ധാരാളം പേർക്കിത് തെറ്റിപ്പോകുന്നുണ്ട്. മനസ്സിലാക്കിയെടുക്കുക. തെറ്റൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത്. മത്സര പരീക്ഷകളിൽ അവർക്ക് തോൽവി സംഭവിച്ചു. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം നോക്കുക. അതിനകത്ത് മൈനസ് സംഖ്യകൾക്ക് ഒരുമിച്ച് സ്ക്വയർ വരുന്നതിന് വേണ്ടിയിട്ട് മൈനസ് എന്ന് പറഞ്ഞ് ആ സംഖ്യ എഴുതിയിട്ട് ഹോൾ സ്ക്വയറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ ആ ബ്രാക്കറ്റിൻ്റെ പ്രയോഗം അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് താഴെ കുറിക്കുക. ഞാൻ തീർച്ചയായിട്ടും എല്ലാ കമൻറ്റുകളും വായിക്കും. മാക്സിമം ഞാൻ അതിൻ്റെ മറുപടിയും നൽകാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് കൊള്ളാം, പറഞ്ഞു കൊടുക്കാം, നല്ലതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും ഈ കണക്കുകൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറന്നു പോകാതെ ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് വീണ്ടും കാണാം.